ഇപ്പോൾ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ബെൻസൺ ബാബു കൂടി ചേരുകയാണ്. ബെൻസൺ, നമുക്കറിയാം ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയാണ് ഇപ്പോൾ ആ ക്യാമ്പുകളിൽ കഴിയുന്നത്. സ്വത്തും സമ്പാദ്യവും മാത്രമല്ല, അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ കൺമുന്നിൽ കൂടി മലവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയപ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്ന മനുഷ്യരാണ് അവരെല്ലാവരും. ഇപ്പോൾ ആ ക്യാമ്പിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? അതേപോലെ അവരുമായി നേരിട്ട് ഇടപഴകുന്ന വ്യക്തി എന്ന നിലയിൽ അവരുമായി സംസാരിച്ചപ്പോൾ അവിടെ കണ്ടതും ബെൻസൺ അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ അതൊന്ന് വിശദീകരിക്കാമോ, പങ്കുവെക്കാമോ ബെൻസൺ? ആതിര സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നിപ്പോൾ ഈ അപകടം നടന്ന് 4ാം നാളിലേക്ക് കടക്കുകയാണ്. നിലവിൽ വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായുള്ള ക്യാമ്പുകളിൽ ഏകദേശം 9,000-ലധികം ആളുകളാണ് ഈ മഴക്കെടുതിയിൽ മാത്രമായി 9,000-ലധികം ആളുകളാണ് ക്യാമ്പുകളിൽ തങ്ങുന്നത്. അതിൽ ഈ ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ച ആളുകൾ ഏകദേശം 9 ക്യാമ്പുകളിലായി 3,000-ഓളം ആളുകൾ ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ച ആളുകൾ കഴിയുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കഴിയുന്ന മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതോടൊപ്പം തന്നെ തൊട്ട് സമീപത്തുള്ള സെൻറ്റ് ജോസഫ് സ്കൂൾ, അതുപോലെ വിവിധ പള്ളികൾ അടക്കമുള്ള സ്ഥലങ്ങൾ ഇത്തരത്തിൽ ക്യാമ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം നിലവിൽ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകൾ കഴിയുന്നുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ 3 ദിവസമായി ഇത്തരത്തിൽ ഈ ക്യാമ്പിലെ ആളുകളുമായി നേരിട്ട് സംസാരിക്കുകയും ഇവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തുകയും ചെയ്യുകയായിരുന്നു. നമുക്കറിയാം ആദ്യഘട്ടം അപകടം നടന്ന ആദ്യഘട്ടം മുതൽക്കേ തന്നെ ഇവരുടെ അടിയന്തര പുനരധിവാസം എന്ന നിലയിലാണ് അവിടെ നിന്നും ഈ അപകടം നടന്ന ചൂരൽമല, മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും സാധ്യമായ ആളുകളെ എല്ലാവരെയും ഇത്തരത്തിൽ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു സാഹചര്യമാണ്, അടിയന്തര സാഹചര്യമാണ്. അപ്പോൾ ഇത്രയും ലാർജ് നമ്പർ ഓഫ് ആളുകൾ, അത്രത്തോളം വലിയ കൂട്ടം ആളുകളെ ഇത്തരം ഇടങ്ങളിൽ പാർപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. എങ്ങനെയാണെങ്കിലും അതിൽ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ അത്തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ ഇവിടേക്ക് എത്തിയ ആളുകളെയെല്ലാം കൃത്യമായി ചേർത്ത് പിടിക്കാൻ, അവർക്ക് ആവശ്യമായ അടിയന്തര ആവശ്യങ്ങളെല്ലാം കൃത്യമായും നിറവേറ്റാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ ഈ ക്യാമ്പുകളിൽ കാണുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ഓരോ ക്യാമ്പും നേരിട്ട് അവലോകനം നടത്തുന്നത്, അതിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. നിലവിൽ ഈ പറഞ്ഞതുപോലെ 3,000-ലധികം ആളുകളാണ് ഈ ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ചുകൊണ്ട് ഈ ക്യാമ്പിൽ കഴിയുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള അടിയന്തര സഹായം എന്ന നിലയിലുള്ള ചികിത്സാ സഹായം, ഭക്ഷണം, വസ്ത്രം, വെള്ളം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായും ഏകോപിപ്പിച്ച് ഇവിടെ എത്തിക്കുന്നതിന് ഈ സംവിധാനങ്ങൾക്കെല്ലാം കൃത്യമായി സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം ഈ ഒരു അപകടം എന്ന് പറയുന്നത്, ഉരുൾപൊട്ടി ഉണ്ടായ അപകടം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വീടും കുടുംബവും നഷ്ടപ്പെട്ട് അവർക്ക് അത്രയും ദിവസം ഉണ്ടായിരുന്ന സമ്പാദ്യവും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റയ്ക്കായി എത്തുന്ന ആളുകളാണ്. ഇനി എന്ത് എന്ന ചിന്തയിൽ എത്തുന്ന ആളുകളാണ് ഈ ക്യാമ്പുകളിൽ കഴിയുന്നപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമായതെല്ലാം നൽകാൻ ഈ ഭരണകൂടത്തിന് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആദ്യഘട്ടം മുതൽക്കേ തന്നെ കൃത്യമായ അവലോകനം മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ ഒരു കാര്യത്തിൽ, ഈ ക്യാമ്പുകളുടെ കാര്യത്തിൽ നടത്തുന്നുണ്ട്. മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള സംഘം നിശ്ചിത ഇടവേളകളിൽ ക്യാമ്പുകൾ സന്ദർശിക്കുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയും അതിൻ്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കളക്ടർ അടക്കമുള്ള ആളുകൾ, വിവിധ മത സാമുദായിക രംഗത്തെ നിരവധി പ്രമുഖർ ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്കും ഈ ആശുപത്രികളിലേക്കും അടക്കം, അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലകളിലേക്കും എത്തുന്നു, കാര്യങ്ങൾ വിലയിരുത്തുന്നു. രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത ഭേദമന്യേ നിരവധി ആളുകൾ എത്തിച്ചേരുന്ന എല്ലാ കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം വലിയ ഒരു പ്രകൃതി ദുരന്തത്തിന് സാക്ഷിയായി അതിൽ നിന്നും അതിജീവിച്ച് ക്യാമ്പുകളിലേക്ക് എത്തിയ ആളുകളാണ് ഇവിടെയുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികാവസ്ഥ ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളത്. പലപ്പോഴും നമുക്ക് അവരേക്ക് അത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിലും അവരനുഭവിക്കുന്ന ആ ഒരു വേദന, വ്യഥ എത്രത്തോളം എന്ന് നമ്മളിവിടെ നിന്ന് കണ്ടും കേട്ടും അവരോട് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ മാനസികമായി തളർന്നിരിക്കുന്ന ഈ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പിന്തുണ നൽകാൻ ഇവിടുത്തെ ഈ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് നമ്മളിവിടെ കണ്ട് മനസ്സിലാക്കുകയാണ്. അതായത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ, നമ്മൾ ഇന്നും അല്പസമയം മുമ്പും സംസാരിച്ച ആളുകൾ എല്ലാവരും പറയുന്നത് അവർക്കിനി ഈ ക്യാമ്പുകളിൽ നിന്നും തിരികെ എങ്ങോട്ട് പോകണമെന്ന ഒരു ആശങ്കയിൽ നിൽക്കുന്ന ആളുകളാണ്. കാരണം വീടുകൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ് അവിടെയുള്ളത്. അവർ താമസിക്കുന്ന ഇടങ്ങളെല്ലാം പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണുള്ളത്. വീട് തറ